വഖഫ് സ്വത്തുക്കൾ നിയമാനുസൃതം കവർച്ച ചെയ്യുകയെന്ന ഗൂഢലക്ഷ്യം വെച്ചാണ് വഖഫ് ഭേദഗതി ബിൽ 2024 തയ്യാറാക്കിയിരിക്കുന്നതെന്ന് SDPI. വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യത്തോടെ ഫെബ്രുവരി 17 കൊല്ലത്തും 19 മലപ്പുറത്തും റാലിയും സമ്മേളനവും നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. രാജ്യത്ത് 8.7 ലക്ഷം വഖഫ് സ്വത്തുക്കളിലായി 9.4 ലക്ഷം ഏക്കർ വഖഫ് ഭൂമി രാജ്യത്തുണ്ട്. ഈ വഖഫ് ഭൂമികളെ നിയമത്തിലൂടെ സ്വന്തമാക്കാനും അധീനപ്പെടുത്താനും കൈവശപ്പെടുത്താനുമുള്ള ഒരു കുൽസിത ശ്രമമാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനമായ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ ജനാധിപത്യപരമായ അവരുടെ അവകാശം നിറവേറ്റാൻ പോലും അനുവദിക്കാതെ, പ്രതിപക്ഷ എംപിമാരെ അനുവദിക്കാതെ, വളരെ ഭരണഘടനാ വിരുദ്ധമായി, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഈ ഭേദഗതി ബില്ലിനെ അംഗീകരിച്ചത്. വളരെ അപകടകരമായ ഭേദഗതികളാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത്. അതിലൊന്ന്, നിലവിൽ വഖഫ് സെൻട്രൽ കൗൺസിലും അതുപോലെ വഖഫ് ബോർഡുകളും നിയന്ത്രിക്കുന്നതിനും അത് ശ്രദ്ധിക്കുന്നതിനും അത് മോണിറ്റർ ചെയ്യുന്നതിനുമൊക്കെ ഉള്ള ആ സമിതികളിൽ, അതിന്റെ കൗൺസിലുകളിലും ബോർഡുകളിലും മുസ്ലിം പ്രതിനിധികൾ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് നിയമം. പക്ഷേ പുതിയ ഭേദഗതിയിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്താനുള്ള അവസരമൊരുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ